നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട മരം മുറിച്ചതിനെ ചൊല്ലി തൃശൂരിൽ സംഘർഷം. പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തെളിക്കാനാണ് KSU പ്രവർത്തകർ എത്തിയതെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും BJP. ചാലക്കുടിയിൽ കോഴിഫാമിലെ കോഴികളെ കുറുക്കൻ കൊന്നൊടുക്കി. മേലൂർ കൂവക്കാട്ടുകുന്ന് മേച്ചേരി വീട്ടിൽ പോളിയുടെ ഫാമിലെ 200-ൽ പരം ഇറച്ചിക്കോഴികളെയാണ് കുറുക്കന്മാർ കൊന്നിട്ടത്. കോണത്തുകുന്ന് മാവിൻ ചൂട് പലപ്രാക്കുന്ന റോഡ് തകർന്ന് അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 10 വർഷമായി യാതൊരു അറ്റകുറ്റപ്പണിയും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മരം മുറിച്ചതിനെ ചൊല്ലി തൃശൂരിൽ സംഘർഷം. പ്രധാനമന്ത്രിയുടെ വേദിക്കരികിൽ നിന്ന് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം BJP തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തെളിക്കാനാണ് KSU പ്രവർത്തകർ എത്തിയതെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞു. അവർക്ക് ഇതിന്റെ ഉള്ളിൽ കയറി ചാണകവെള്ളം തളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് ഞങ്ങൾ വാടകയ്ക്കെടുത്ത ഞങ്ങൾ പരിപാടി നടത്തിയുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് അവരിങ്ങോട്ട് അതിക്രമിച്ച് കയറുമ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത്. പോലീസ് അവർക്ക് കാവലിൽ നിന്ന് ഇവിടെ ചാണകവെള്ളം തളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ അതിന് തടഞ്ഞ് പ്രതിരോധിച്ചെടുക്കുകയാണ്. ഞങ്ങൾ നേരിട്ട് തടയേണ്ട സാഹചര്യം ഉണ്ടായി. ഇത് സത്യത്തിൽ ഇതെങ്ങനെ ജനാധിപത്യം? ഞങ്ങൾ വാടകയ്ക്കെടുത്ത ഞങ്ങളുടെ സ്റ്റേജ് പോലും ഞങ്ങൾ അഴിച്ചു മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ സ്റ്റേജ് അഴിച്ചു മാറ്റിയിട്ടില്ല. ഞങ്ങൾ വാടകയ്ക്കെടുത്തുള്ള സ്ഥലമാണ്. ഞങ്ങൾ വാടകയ്ക്കെടുത്തുള്ള സ്ഥലത്ത് വന്ന് ചാണകവെള്ളം തളിക്കൽ ജനാധിപത്യമായിട്ടുള്ള അവകാശമാണോ? അവരുടെ ഇങ്ങോട്ട് പുറത്ത് പ്രതിഷേധിക്കുന്നതിന് ആരാ? ഇപ്പൊ ഈ റോട്ടിൽ കൂട്ടിയല്ലേ അവരൊന്നും ഞങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും തടഞ്ഞോ? ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ കവാടത്തിന്റെ ഉള്ളിൽ കോമ്പൗണ്ടിലാണ്. ആ വേദി അഴിച്ചു മാറ്റും മുമ്പ് ഞങ്ങളുടെ സ്ഥലത്ത് കയറി പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ കയറി എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ സാധിക്കുക? ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ, ഞങ്ങൾ വാടകയ്ക്കെടുത്തുള്ള സ്ഥലമല്ലേ? അവർക്ക് ഇവിടേക്ക് അതിക്രമിച്ച് കയറിയാൽ അവരെയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പോലീസ് അക്രമികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയാണ് വേണ്ടത്. വളരെ കുറച്ച് ആളുകളാണ് വന്നിട്ടുള്ളത്. പോലീസ് എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാത്തത്? 1 മണിക്കൂറിലേറെ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. ചാലക്കുടിയിൽ കോഴിഫാമിലെ കോഴികളെ കുറുക്കൻ കൊന്നൊടുക്കി. മേലൂർ കൂവക്കാട്ടുകുന്ന് മേച്ചേരി വീട്ടിൽ പോളിയുടെ ഫാമിലെ 200-ൽ പരം ഇറച്ചിക്കോഴികളെയാണ് കുറുക്കന്മാർ കൊന്നിട്ടത്. ഇന്ന് പുലർച്ചെ 5ഓടെ ഫാമിലെത്തിയപ്പോഴാണ് കോഴികൾ ചത്തുകിടക്കുന്നത് കണ്ടത്. കൂട്ടിൽ നിന്നും 3 കുറുക്കന്മാർ ഓടിപ്പോകുന്നത് കണ്ടതായും പോളി പറഞ്ഞു. രാവിലെ വരുമ്പോൾ ഒരു 5 മണിക്കൂർ എത്തി. അപ്പോൾ കുറേ കോഴി ചത്തിടക്കണുണ്ടു. നോക്കി ഞാനെല്ലാം വാരി കൂട്ടി എണ്ണിപ്പോൾ ഒരു 165 അപ്പോൾ കണ്ടു. ഒരു 10 മിനിറ്റ് പറമ്പിച്ച് നോക്കിയപ്പോൾ പറമ്പ് സൈഡിലൊക്കെ ആയിട്ട് ഒരു 10-30 കൂടി കിട്ടിയപ്പോൾ 200 ചത്ത് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ കോഴികൾക്ക് പരിക്കുണ്ട്. എല്ലാത്തിനും മേലൊക്കെ ചവിട്ടി പൊട്ടിയേക്കണം, ജറക് പിടിച്ച് കടിച്ചേക്കണം. അങ്ങനെ കുറേ പരിക്കുകളൊക്കെ ഉണ്ട് എല്ലാത്തിനും. ഇത് 2 ഷെഡായിട്ട് 5000 കോഴിയാണ് ചത്തത്. 25 ദിവസം പ്രായമെത്തിയ കോഴികളാണ് ചത്തത്. 2 കൂടുകളിലായി 5000 കോഴികളാണുള്ളത്. ഇതിൽ ഒരു കൂട്ടിലെ കോഴികളെയാണ് കൊന്നിട്ടത്. കൂടിന് പുറത്തും കോഴികളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്തെ വീടുകളിലെ കോഴിക്കൂടുകളിലും കോഴികളെ കൊന്നിട്ടിട്ടുണ്ട്. കോണത്തുകുന്ന് മാവിൻ ചൂട് പലപ്രാക്കുന്ന് ഹരിജൻ കോളനി റോഡ് തകർന്ന് അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 10 വർഷമായി യാതൊരു അറ്റകുറ്റപ്പണിയും നടന്നിട്ടില്ലെന്നാണ് ആരോപണം. 1 കിലോമീറ്റർ ദൂരം വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ റോഡ് തകർന്നതിനാൽ അപകടങ്ങളും പതിവായിരിക്കുകയാണ്. കാരുമാത്ര ശ്രീകുമാരേശ്വരം ക്ഷേത്രത്തിലേക്കും കടലായി വഴി മാളയിലേക്കും എളുപ്പം പോകാവുന്ന റോഡാണ് ഇത്.
റോഡ് ഉടനെ പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അയൂബ് കരുപ്പടന്ന പറഞ്ഞു. താമരശ്ശേരി കവർച്ച കേസിൽ മാള സ്വദേശി അറസ്റ്റിൽ. താമരശ്ശേരി ചുരത്തിൽ വെച്ച് മൈസൂർ സ്വദേശിയെ ആക്രമിച്ച് കവർച്ച നടത്തിയ സംഘാംഗം അറസ്റ്റിൽ. മാള വടമ സ്വദേശി കുറ്റിപ്പുഴക്കാരൻ വീട്ടിൽ സജിലിനെയാണ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ടി.കെ. ഷൈജും സംഘവും പിടികൂടിയത്. ഡിസംബർ 13 രാവിലെ സ്വർണം വാങ്ങാനായി കൊടുവള്ളിയിലേക്ക് പോവുകയായിരുന്ന മൈസൂർ സ്വദേശിയെ താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിൽ വെച്ച് കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കാറും കാറിലുണ്ടായിരുന്ന 68 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കവർച്ച നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് സജിൻ. ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ യുവതി പിടിയിൽ. കേരളത്തിലെ പ്രമാദമായ ഹണി ട്രാപ്പ് കേസിലെ പ്രധാന പ്രതിയായ വാടാനപ്പള്ളി രായമരക്കാർ വീട്ടിൽ റുക്സാന ഭാഗ്യവതിയാണ് പിടിയിലായത്. കേസിൽ 1ാം പ്രതിയായ മാവേലിക്കര തഴക്കര കോലേത്ത് വീട്ടിൽ സുധീഷിനെയും റുക്സാനയുടെ ഭർത്താവായ സജീറിനെയും മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാവേലിക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമാനമായ തട്ടിപ്പു കേസുകൾ നടത്തിവരുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് റുക്സാന. മാള മണപ്പുറം പ്രതി ജ്വല്ലറിയിൽ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിന്റെ സമ്മാന വിതരണം നടന്നു. ജ്വല്ലറി നാഷണൽ ഹെഡ് ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഷോപ്പ് മാനേജർ പ്രജുഷ്, മാർക്കറ്റിംഗ് ഹെഡ് മുസ്തഫ, മാർക്കറ്റിംഗ് മാനേജർ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൊയ്യ സ്വദേശി സിന്ധുവിന് 1ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ, ചാലക്കുടി സ്വദേശി ബിസ്മിക്ക് 2ാം സമ്മാനമായ സ്മാർട്ട് TV, പൂപ്പത്തി സ്വദേശി ചന്ദ്രികയ്ക്ക് 3ാം സമ്മാനമായ മിക്സർ ഗ്രൈൻഡറും സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട മരം മുറിച്ചതിനെ ചൊല്ലി തൃശൂരിൽ സംഘർഷം. പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തെളിക്കാനാണ് KSU പ്രവർത്തകർ എത്തിയതെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും BJP. ചാലക്കുടിയിൽ കോഴിഫാമിലെ കോഴികളെ കുറുക്കൻ കൊന്നൊടുക്കി. മേലൂർ കൂവക്കാട്ടുകുന്ന് മേച്ചേരി വീട്ടിൽ പോളിയുടെ ഫാമിലെ 200-ൽ പരം ഇറച്ചിക്കോഴികളെയാണ് കുറുക്കന്മാർ കൊന്നിട്ടത്. കോണത്തുകുന്ന് മാവിൻ ചൂട് പലപ്രാക്കുന്ന റോഡ് തകർന്ന് അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 10 വർഷമായി യാതൊരു അറ്റകുറ്റപ്പണിയും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപണം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.